ഓ ഭയങ്കര പഠിപ്പാണല്ലോ. അല്ല, ഇന്നത്തെ കാലത്ത് പഠിച്ചാൽ മാത്രം എന്തെങ്കിലും കാര്യമുള്ളതെന്നാണ് എല്ലാവരും പറയുന്നത്. അത് തെറ്റിദ്ധാരണ. ഈ പഠിപ്പ് കുറെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. പഠിപ്പിന്റെ ഒപ്പം ഉണ്ടല്ലോ നല്ല സ്വഭാവം കൂടി ഉണ്ടാവും. ഈ പഠിപ്പ് കുറെ വാരി വലിച്ച് കുറെ പഠിച്ചു എനിക്ക് കുറെ ഡിഗ്രികളുണ്ട്, കുറെ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിന്റെ ഒപ്പം കുറച്ച് നല്ല സ്വഭാവങ്ങളും കൂടി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യത്വം അപ്പൊ ഈ പഠിപ്പിന് വാല്യൂ ഉണ്ടാവും നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾക്കൊക്കെ. അല്ലാതെ എനിക്ക് കുറെ പഠിപ്പുണ്ട്, എനിക്ക് കുറെ ഡിഗ്രി ഉണ്ട്, ഞാൻ ഡോക്ടറാണ് മറ്റേതാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്വഭാവം നന്നാവും അല്ലേ? ഒരാളോട് പെരുമാറാൻ, പുറത്തിറങ്ങിയിട്ട് ഒരാളോട് ഒന്ന് ചിരിക്കാനെങ്കിലുള്ളൊരു സാമാന്യം. ഇപ്പത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബുക്കുകൾ മാത്രമാണ്. ബുക്കുകൾ മാത്രം ഇങ്ങനെ പഠിച്ചിരിക്കുക, അത് മാത്രമാണ് ഇന്നത്തെ ഒരു എഡ്യൂക്കേഷന്റെ ഒരു ഇത് അല്ലേ. എന്നുവെച്ചാൽ പിള്ളേർക്ക് ഒരു പ്രാക്ടിക്കൽ ഒരു ഇതില്ല, നോളജ് ഇല്ല. അതായത് ഇപ്പത്തെ കാലത്ത് ഒരു കുട്ടിക്ക് ബസ്സിൽ ഒറ്റയ്ക്ക് കയറി പോകാൻ പേടിയാണ്. നമ്മൾ ഈ അക്കൗണ്ടൻസി ഒക്കെ പഠിച്ചിട്ട് നമ്മൾ ബാങ്കിങ് ഒക്കെ പഠിച്ചുള്ള ആൾക്കാരാണ്, ടാക്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരാൾക്ക് പോലും എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേഷൻ ചെയ്യാൻ അറിയില്ല. അതുപോലെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഒരു ചെക്ക് അതന്നെ ഈ ഇത്രയും ഡിഗ്രി പഠിച്ച് ബികോം അങ്ങനെയൊക്കെ പഠിച്ചുള്ളവർക്ക് പോലും ഒരു ചിലപ്പോ ഒരു ഫോം ഫില്ല് ചെയ്യാൻ അറിയില്ല. അതുപോലെ ഈ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ചെക്ക് ഫില്ല് ചെയ്ത് കൊടുത്ത് ആ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ അറിയില്ല. എന്തിന് ATM പോയിട്ട് കാർഡ് എടുത്ത് പൈസ എടുക്കാൻ പോലും അറിയാത്തതാണ് നമ്മുടെ ഗൂഗിൾ പേ എങ്ങനെ പൈസ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ പോലും നമ്മുടെ എഡ്യൂക്കേഷനിൽ കൊണ്ട് ഉപകാരമില്ല. നമ്മള് ബാങ്കിങ് പഠിച്ചു അല്ലെങ്കിൽ അക്കൗണ്ടൻസി പഠിച്ചു ഒക്കെ പല സംഭവം റെഡിയാണ്. പക്ഷെ ബാങ്കിൽ പോയി എങ്ങനെയാണ് ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത് നമുക്കറിയില്ല. അതുപോലെ ഇപ്പൊ നമ്മളിപ്പോ ഈ ഡ്രൈവിങ് ഒരു മസ്റ്റായ കാര്യമാണ്. അപ്പൊ ശരിക്കും ഒരു ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും അറിയില്ല. അപ്പൊ ഡ്രൈവിംഗ് പഠിച്ച ഒരാൾക്ക് ചിലപ്പോ ലൈറ്റ് ഓൺ ആക്കാൻ അറിയില്ല. അങ്ങനെയുണ്ട് കൊറേ. നമ്മള് ഇപ്പൊ സ്ത്രീകൾ തന്നെ കുറെ പേര് ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്. എത്ര പേര് റോഡിൽ വണ്ടി എടുത്ത് ഓടിക്കുന്നുണ്ടെന്ന് കണക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മള് ചിരിച്ചിരിച്ച് ചാവും. അതന്നെ ഒരുവിധം എല്ലാവരും കയ്യിലുണ്ട് 4 വീലർ ലൈസൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ സ്ത്രീകള് എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രൈവിംഗ് അല്ലെ. ഡ്രൈവിംഗ് അപ്പൊ അവരുടെ ആവശ്യങ്ങൾക്ക് പോകാനൊക്കെ സാധിക്കും. അതുപോലെ ചില പിള്ളേർ ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു എന്ന് പറയുന്നു. അവർക്ക് വീട്ടിലൊരു ചായ ഉണ്ടാക്കാൻ പോലും അവർക്ക് അറിയില്ല. അതുപോലെ ഇപ്പൊ എന്ത് പഠിപ്പാണ് ടെൻഷനാണ്. ഇപ്പൊ നമ്മളൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ ഈ സൈൻ തീറ്റ കോസ് അല്ല 10ാം ക്ലാസ്സിലല്ല പഠിച്ചത് സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ നമ്മൾ എത്ര അടി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ഇന്നത്തെ കാലത്ത് അതൊന്നും നമുക്ക് ഉപകരിക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എഞ്ചിനീയറിംഗിൽ കുറച്ച് നമുക്ക് പഠിച്ച കാൽക്കുലേഷൻസ് ഒക്കെ കുറച്ച് ഉപയോഗിക്കാം അല്ലെ. അതെ അതെ. അപ്പൊ ഞാൻ പറയണത് ഈ പഠിപ്പ് മാത്രല്ല നമ്മൾ പറഞ്ഞു വന്നത് വേറെ വിഷയം. പഠിപ്പ് മാത്രല്ല കുറച്ച് പ്രാക്ടിക്കൽ നോളജ് കൂടി. സ്വഭാവം നന്നാവണം. കുറെ പഠിപ്പിന്റെ കാര്യം സ്വഭാവം നന്നാവണം. മറ്റൊരാളെ സഹായിക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഈ പറയുന്ന എല്ലാവർക്കും ഉണ്ടാവണം. എല്ലാവരും നമ്മളൊരു സഹോദരന്മാരുടെ ഒരു മാനുഷിക പരിഗണന. അല്ലാതെ കുറെ പഠിപ്പുണ്ട്, ഞാൻ ഇങ്ങനെ നടക്കൂ, ഞാൻ ഇങ്ങനെ പറയൂ, ഞാൻ ഇങ്ങനെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് നല്ലതല്ല. അത് അത്ര വലിയ നല്ലതല്ല. പക്ഷെ ഒരു സഹാനുഭൂതിയും കൂടി ഉണ്ടാവണം അല്ലേ. അത് എല്ലാവർക്കും ഉണ്ടായാൽ നന്നായിരിക്കും. താങ്ക് യു. താങ്ക് യു.